ഫീബ ഓൺലൈൻ്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ജിബു. ഇന്ന് നമ്മോടൊപ്പം ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ആയിരിക്കുന്ന ഡോക്ടർ സജിൻ സണ്ണി മാത്യു ജോയിൻ ചെയ്യുന്നു. ഡോക്ടർ സജിൻ സണ്ണി മാത്യു ലുധിയാനയിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്നും തൻ്റെ MBBS പഠനം പൂർത്തീകരിച്ചു. തുടർന്ന് പൂനെയിലെ ഡോക്ടർ DY പാട്ടീൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിൽ നിന്നും റെസ്പിറേറ്ററി മെഡിസിനിൽ 1ാം റാങ്കോടെ തൻ്റെ MDയും പൂർത്തീകരിച്ചു. താനൊരു റാങ്ക് ഹോൾഡറാണ്, അതുപോലെ ഗോൾഡ് മെഡലിസ്റ്റാണ്. റെസ്പിറേറ്ററി മെഡിസിനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയിൽ നിന്നും ഡോക്ടർ M സന്തോഷ് ഗോൾഡ് മെഡൽ തനിക്ക് ലഭിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് താൻ കൊച്ചിൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ പൾമനോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റായി ഡോക്ടർ സജിൻ സണ്ണി മാത്യു സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെപ്പറ്റിയും ആസ്മയും പനിയും ജലദോഷവും ഇവയുടെ കാരണത്തെപ്പറ്റിയും ഇതുമൂലമുണ്ടാകുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളെപ്പറ്റിയും അതിൻ്റെ ചികിത്സാ രീതികളെപ്പറ്റിയുമൊക്കെ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ സജിൻ സണ്ണി മാത്യു ആണ്. നമുക്ക് ശ്രദ്ധിക്കാം. ഫിബ ഓൺലൈൻ മലയാളം ലൈവിൽ ഇന്ന് ഡോക്ടർ സജിൻ മാത്യു നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഡോക്ടർ, പൊതുവേ നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ് ആസ്മറ്റിക് ആയിട്ടുള്ള ആളുകളെ പറ്റി. ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്ന പല ആളുകളുണ്ട്. എന്താണ് ഈ ശ്വാസമുട്ടൽ ഉണ്ടാകാനുള്ള കാരണം? അതെങ്ങനെയാണ് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ പറയാം. ആസ്മ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ശ്വാസം മുട്ടൽ അതിൻ്റെ ഒരു സിംറ്റമാണ്. അപ്പം അതൊരു ക്രോണിക് കണ്ടീഷനാണ്. അതായത് യൂഷ്വലി കുറേ നാളുകൾ നമ്മുടെ ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. പക്ഷേ സിംറ്റംസ് എപ്പോഴും ഒരേപോലെ ഉണ്ടാകണം എന്നില്ല. അത് നമ്മുടെ എൻവയൺമെൻറ്റിലുള്ള കാരണങ്ങൾ കൊണ്ട് ഡിഫറൻസസ് വരാം. ഓക്കെ, ഈ ആസ്മ അതെങ്ങനെയാണ് ലങ്സിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്? കാരണം നമ്മുടെ ലങ്സിലുള്ള നമ്മുടെ ശ്വാസകോശങ്ങൾ, അതായത് നമ്മുടെ എയർവേസ് എന്ന് പറയും, അതായത് നമ്മുടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശ്വാസം കൊണ്ടുപോകുന്ന പൈപ്പുകളിൽ വരുന്ന ഒരു ഇൻഫ്ലമേഷനാണ് ആസ്മ. അപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന സിംറ്റംസാണ് ശ്വാസം മുട്ടൽ, ചുമ അല്ലെങ്കിൽ വീസിങ്. ഇതൊക്കെയാണ് അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയും. ചില ആളുകൾക്കൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്, അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക സ്ഥലത്ത് പോവുകയോ എന്തെങ്കിലും ഒരു സ്മെല്ല് കേൾക്കുകയോ ശ്വസിക്കുകയോ അതുപോലെ പ്രത്യേക കാലാവസ്ഥയിലൊക്കെ അവർക്ക് ഈ വീസിങ് ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ് വീസിങ് അല്ലെങ്കിൽ ഈ ശ്വാസം മുട്ടൽ ഉണ്ടാകാനുള്ള ട്രിഗർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതെ, ആസ്മ പൊതുവേ 2 തരത്തിലുണ്ട്. ഒരെണ്ണം നമ്മൾ അലർജിക് ആസ്മ എന്ന് പറയും, അല്ലെങ്കിൽ നോൺ അലർജിക് ആസ്മ എന്ന് പറയും. അലർജിക് ആസ്മയാണ് പൊതുവേ നമ്മുടെ ഈ എൻവയൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, പൊതുവേ തണുപ്പുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ പൊടി അന്തരീക്ഷത്തിൽ വരുന്ന പോളൻ, ഇതൊക്കെയാണ് അതിനെ യൂഷ്വലി ട്രിഗർ ചെയ്യുന്ന കണ്ടീഷൻസ്. ആസ്മയ്ക്ക് ചികിത്സകൾ പലതും ചെയ്യാറുണ്ടെങ്കിലും ഇൻഹെയിലറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ? ഇൻഹെയിലർ യൂസ് ചെയ്ത് ആസ്മയിലെ മെയിൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇൻഹേലറാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലങ്സിനകത്തുള്ള പൈപ്പുകളിൽ വരുന്ന ചുരുക്കം കൊണ്ട് വരുന്ന പ്രശ്നമാണ് ആസ്മ. അപ്പം അവിടെ ലോക്കലായിട്ട് എത്തുന്ന മരുന്നാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത്. അതായത് ഇൻഹേലർ കൊണ്ടാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ചില ആളുകളെങ്കിലും ഈ ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ടലിനെ അവഗണിക്കാറുണ്ട്. അതിനെ കുറേ നാൾ ചികിത്സിക്കാതിരിക്കും, അത് തന്നെ മാനേജ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോങ് ടേം എഫക്ട്സ് എന്തൊക്കെയാണ് ഈ ശ്വാസമുട്ടൽ ഉണ്ടാകാനുള്ളത്? അതെ, ആസ്മ യൂഷ്വലി മൈൽഡ് സിംറ്റംസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് വേരിയബിൾ സിംറ്റംസ് ആണ്. അതായത് ചില സീസൺസിലോ ട്രിഗേഴ്സിലാണ് വരിക. അപ്പോൾ പലപ്പോഴും നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട്, അതായത് വീണ്ടും വീണ്ടും അതേ സിംറ്റംസ് വരുമ്പോൾ ലോങ് ടേം, അതായത് ദീർഘകാലം നോക്കുമ്പോൾ നമ്മുടെ ലങ് ഹെൽത്തിനെയും നമ്മുടെ ലങ്ങിൻ്റെ ഫങ്ഷനെയും അത് ബാധിക്കാൻ തുടങ്ങും. ആൻഡ് സിംറ്റംസ് എപ്പോഴും ഉള്ള രീതിയിൽ അത് മാറാം. ഓക്കെ, അതുപോലെ തന്നെ ചില ആളുകളൊക്കെ അവരുടെ ജോലി ചേഞ്ച് ചെയ്യുമോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോയി താമസിക്കുകയൊക്കെ ചെയ്യും, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആകുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ആസ്മ അറ്റാക്ക് ഉണ്ടാകാറുണ്ടോ? അതെ, അതായത് ചില സ്ഥലങ്ങൾ, അതായത് യൂഷ്വലി തണുപ്പുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വെതർ ചേഞ്ചസ് വരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി അന്തരീക്ഷത്തിൽ പോളൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ സിംറ്റംസ് കൂടാം. പിന്നെ ചില ഓക്യുപ്പേഷൻസ്, അതായത് ഫ്ലവർ മില്ലിൽ വർക്ക് ചെയ്യുന്നത്, സിമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില ഫാർമിംഗ് ഓക്യുപ്പേഷൻസൊക്കെ ഈ എക്സ്പോഷർ കൂട്ടാം, സിംറ്റംസിൻ്റെ അളവുകളും കൂട്ടാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിനെ മാനേജ് ചെയ്യാൻ
അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അതായത് ഇപ്പം നമുക്ക് ഓക്യുപ്പേഷണൽ ആസ്തമ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഉണ്ടെങ്കിൽ ആ ഓക്യുപ്പേഷൻ മാറ്റുക, അല്ലെങ്കിൽ ആ എക്സ്പോഷർ ഒഴിവാക്കുകയാണ് ചെയ്യാവുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ മാസ്ക് ധരിക്കുക ജോലി ചെയ്യുന്ന സമയത്ത്. ആ ട്രിഗർ, അതായത് ആ ഡസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള സിംറ്റംസ് ചെയ്യുക. പിന്നെ അസുഖം മാനേജ് ചെയ്യാനുള്ള രീതിയിലുള്ള ഇൻഹേലർ, അതിൻ്റെ ഉള്ള അസസ്മെൻറ്റ്സ് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് ആളുകൾക്കൊരു ആസ്മ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ എന്തൊക്കെ ഉപദേശങ്ങളാണ് ഡോക്ടർ കൊടുക്കാനുള്ള? അങ്ങനെ അതായത് ഈ ശ്വാസം മുട്ടൽ, അതിനോടൊപ്പം വീസിങ്, അതായത് വിട്ടുമാറാത്ത ചുമ, ഇങ്ങനെ സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള പൾമനോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അവരൊരു പൾമനറി ഫങ്ഷൻ ടെസ്റ്റ്, അതാണ് നമ്മൾ ആസ്തമ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ആസ്മ ഡയഗ്നോസിസ് കണ്ടുപിടിക്കാനും അതിൻ്റെയുള്ള ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ സിവിയറിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് ട്രീറ്റബിൾ ആണല്ലോ അല്ലേ? തീർച്ചയായും ആസ്തമ വളരെ ട്രീറ്റബിൾ ആയുള്ള കണ്ടീഷനാണ്. ആൻഡ് വളരെ നല്ല രീതിയിൽ നമുക്കതിന് സിംറ്റം മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗോൾ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് എപ്പോഴും പറയുന്നത് സിംറ്റംസ് മാനേജ് ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യാൻ ഇല്ലാത്ത രീതിയിൽ നമ്മളതിനെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ നമുക്ക് സിവിയർ അസ്മറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട്, വളരെ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ നേരിടുന്ന ചലഞ്ചസ്, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അത് ഒന്ന് പറയാം. യൂഷ്വലി അവർക്ക് ഡെയിലി ആക്ടിവിറ്റീസ്, അതായത് ഒരു അല്പം നടക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, സ്റ്റെപ്പുകൾ കയറുമ്പോഴൊക്കെ ഒരണപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ വീസിങ്, മാറാത്ത ചുമ, ഇതൊക്കെയാണ് അവർ യൂഷ്വലി അനുഭവപ്പെടുന്ന സിംറ്റംസ്. ചില കുട്ടികൾ അപ്പം എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആസ്മ ഉണ്ടാകുന്നു, അവർക്ക് വീസിങ് ഉണ്ടാകുന്നു. അപ്പോൾ അത് അവരുടെ ജീവകാലം മുഴുവൻ തുടരുകയാണോ അതോ ട്രീറ്റബിളായിട്ട്? അതെ, നമ്മൾ ഒരു മെയിൻ സബ്സെറ്റ് ഓഫ് പേഷ്യൻസ് എന്ന് പറയാൻ നമുക്ക് ചൈൽഡ്ഹുഡ് ആസ്മ എന്ന് പറയാം, അതായത് ചെറുപ്പകാലത്തിൽ വരുന്ന ആസ്മ. പക്ഷെ അത് എപ്പോഴും അവരുടെ അഡൾട്ട് ലൈഫ്, അതായത് പിന്നീട് തുടരണമെന്നില്ല. പലപ്പോഴും അവരുടെ ലൊക്കേഷൻ, എൻവയൺമെൻറ്റ് ചേഞ്ച്, അങ്ങനത്തെ പല ഫാക്ടേഴ്സ് കൊണ്ടും പിന്നീട് ഒരിക്കലും അവർക്ക് ആ സിംറ്റംസ് വരണമെന്നും ഇല്ല. ഈ മാതാപിതാക്കൾക്ക് ആസ്മ ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് പകരാനുള്ള, അല്ലെങ്കിൽ അത് ഒരു അടുത്ത ജനറ്റിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്? ആസ്മ ഒരിക്കലും പകരുന്ന ഒരു അസുഖമല്ല, പക്ഷെ അതിന് ഡെഫിനറ്റ്ലി ഒരു ജനറ്റിക് കമ്പോണൻ്റ് ഉണ്ട്. അതായത് വീട്ടിൽ ആരെങ്കിലും, ബ്ലഡ് റിലേറ്റീവ്സ് ആർക്കെങ്കിലും ആസ്മ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആസ്മ കൂടുതൽ ആളുകൾ അനുഭവപ്പെടുന്നത് അവർക്ക് ഈ അലർജിക്കായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് അവർ അതിനെ കോപ്പപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങൾ? വീടുകളിലാണ് നമ്മുടെ ആദ്യത്തെ പൊടിയുടെ ഏറ്റവും കൂടുതൽ അളവ് കാണുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ കാണുന്ന ഹൗസ് ഡസ്റ്റ്, അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ട്രിഗർ. അപ്പം നമ്മൾ ചില അഡ്വൈസസ് കൊടുക്കും, അതായത് കട്ടി കൂടിയ ബെഡ്ഷീറ്റ്, ഹൈ ത്രെഡ് കൗണ്ടുള്ള ബെഡ്ഷീറ്റ്. അപ്പോൾ ആ ഡസ്റ്റ് അതിനകത്ത് പിടിപെടാനുള്ള സാധ്യത, കാർപ്പറ്റുകൾ, റഗ്ഗുകൾ ഒഴിവാക്കുക. ചിലവർ എയർ പ്യൂരിഫയേഴ്സ്, എയർ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം. പിന്നെ പെക്സ് ഉണ്ടെങ്കിൽ അവരെ വീടിന് പുറത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ള അവരുടെ ഗ്രൂമിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ബേർഡ്സ്, പിജിയൻസ്, അങ്ങനത്തെ പക്ഷികളും ഇത് കോസ് ചെയ്യാം. അങ്ങനത്തെ ട്രിഗർ ഫാക്ടേഴ്സ് നമ്മൾ ഒഴിവാക്കുക. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെൽസ്, പെർഫ്യൂംസ്, ഡിയോഡ്രൻസ്, ഗുഡ് നൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ഡോക്ടറിന് ഒത്തിരി അധികം പേഷ്യൻസിനെ കാണുകയും അവരെ പല നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണോ? എങ്ങനെയുള്ള ആളുകളിലാണ് ഈ ആസ്മ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്? അങ്ങനെ എന്തെങ്കിലും സ്റ്റഡീസ് ഉണ്ടോ? അങ്ങനെ കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ചിൽഡ്രനിലാണ് നമുക്ക് ആദ്യമായിട്ട് ആസ്മയുടെ സിംറ്റംസ് യൂഷ്വലി അനുഭവപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിംറ്റംസ് തനിയെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒത്തിരി ലേറ്റായിട്ടാണ് നമുക്ക് ആസ്മയുടെ പേഷ്യൻസ് പലപ്പോഴും വരുന്നത്. അപ്പോഴേക്കും അവരുടെ സിംറ്റംസ് ഒത്തിരി സിവിയർ ആവുകയോ, അല്ലെങ്കിൽ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പൈപ്പിലെ ചുരുങ്ങൽ അത്രയും ഇമ്പ്രൂവ് ആവാൻ പറ്റാത്ത രീതിയിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും പറയുന്നത് ആദ്യം തന്നെ സിംറ്റംസ് ഉള്ളപ്പോൾ കാണിക്കുക, അതിനുള്ള നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക, ഇനിയൊരു ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ഡോക്ടർ പറഞ്ഞു കുട്ടികളിൽ കണ്ടുവരുന്ന ശ്വാസം മുട്ടലിനെ പറ്റി. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് മാതാപിതാക്കൾ അതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്? എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അവരെടുക്കുക? ആദ്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമുക്കത് ആസ്മ തന്നെ ആണോ എന്നുള്ള ഡയഗ്നോസിസ് ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. കാരണം നമുക്ക് ഈ പറഞ്ഞ ശ്വാസം മുട്ടൽ, വീസിങ്, ചുമ ഒത്തിരി കാര്യങ്ങളിൽ വരാം അതേപോലത്തുള്ള സിംറ്റംസ്. അപ്പോൾ അടുത്തുള്ള പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ പീഡിയാട്രിക് പൾമനോളജിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്യുക. അതാണ് ഡയഗ്നോസിസ് എങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി എപ്പോഴും ഇൻഹേലറാണ്.
ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ഇൻഹേലർ ഡോസും ഡ്യൂറേഷനും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നേരത്തെ പറഞ്ഞ പ്രിക്കോഷൻസ്, ഡസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ സജിൻ മാത്യു. ഇന്ന് ഫിബ ഓൺലൈനിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് വളരെ സന്തോഷം. എന്തെങ്കിലും അവസാനമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യുവാനുണ്ടോ? ഇപ്പോൾ ആസ്മ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കണ്ടീഷനാണ്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ആ സിംറ്റംസ് വളരെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ കറക്റ്റായിട്ടുള്ള സമയത്ത് ഡോക്ടറിൻ്റെ ഉപദേശം തേടുക ആൻഡ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് നമുക്ക് ചെയ്യേണ്ട പ്രധാനമായ കാര്യം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ താങ്ക് യു ഡോക്ടർ സജിൻ മാത്യു. താങ്ക് യു സോ മച്ച്.